PSC ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 ഒക്ടോബറിൽ നടന്ന ഖാദി ബോർഡ് LDC സ്റ്റേജ് 1 ക്വസ്റ്റ്യനിലെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി കാണാൻ ശ്രമിക്കുക. നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ഓപ്ഷൻ എ മറാത്തി, ഓപ്ഷൻ ബി ഹിന്ദി, ഓപ്ഷൻ സി ബംഗാളി, ഓപ്ഷൻ ഡി ഗുജറാത്തി. ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ സി ബംഗാളി. നമുക്ക് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നോക്കാം. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയെ ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ജനഗണമന രചിച്ചിട്ടുള്ളത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇതിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് ഠാക്കൂറാണ്. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ്. ഇത് ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. ഇതിൻ്റെ സംക്ഷിപ്ത രൂപം ആലപിക്കാൻ 20 സെക്കൻഡ് മതി. നമുക്കിത്രയും വിവരങ്ങൾ ഒന്നുകൂടി നോക്കാം. ദേശീയ ഗാനമായ ജനഗണമനയെ ഭരണഘടന അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ഇത് രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇതിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് ഠാക്കൂറാണ്. ശങ്കരാഭരണം രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. ഇതിൻ്റെ സംക്ഷിപ്ത രൂപം ആലപിക്കാൻ 20 സെക്കൻഡ് മതി. ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ആദ്യമായി ആലപിച്ച വ്യക്തി സരളാദേവി ചൗധരാണിയാണ്. ദേശീയഗാനം എടുത്തിരിക്കുന്ന ടാഗോറിൻ്റെ പദ്യം ഭാരത് ഭാഗ്യോവിധാത എന്നതാണ്. ഒന്നുകൂടി നോക്കാം. ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ആദ്യമായി ആലപിച്ച വ്യക്തി സരളാദേവി ചൗധരാണിയാണ്. ദേശീയഗാനം എടുത്തിരിക്കുന്ന ടാഗോറിൻ്റെ പദ്യമാണ് ഭാരത് ഭാഗ്യോവിധാത. നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഓപ്ഷൻ എ കപാൽ കുണ്ടല, ഓപ്ഷൻ ബി ആനന്ദമഠം, ഓപ്ഷൻ സി ദുർഗേഷ് നന്ദിനി, ഓപ്ഷൻ ഡി ദേവി ചൗധരാണി. ഇതിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ ബി ആനന്ദമഠം എന്നുള്ളതാണ്. നമുക്ക് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ കുറച്ച് പോയിന്റുകൾ നോക്കാം. ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. ഇതിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ള രാഗം ദേശ് ആണ്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ. ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ള രാഗം ദേശാണ്. ദേശ് രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വന്ദേ മാതരം എടുത്തിട്ടുള്ള കൃതി ആനന്ദമഠം. വന്ദേ മാതരം രചിക്കപ്പെട്ട ഭാഷ ബംഗാളി. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്. അടുത്ത 23ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത്? ഓപ്ഷൻ എ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. ഓപ്ഷൻ ബി മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓപ്ഷൻ സി ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ഓപ്ഷൻ ഡി മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല. നമുക്ക് ഈ ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കാം. ഇവിടെ ചോദ്യം മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതെന്നാണ്. ഓപ്ഷൻ എ നോക്കുക. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. ഓപ്ഷൻ ബി മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതും ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓപ്ഷൻ സി ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. അതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ്. ഓപ്ഷൻ ഡി നോക്കാം. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല. അത് തെറ്റായ പ്രസ്താവനയാണ്. കാരണം
ആർട്ടിക്കിൾ 32 അനുസരിച്ച് ഒരു പൗരന് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അതായത് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷമേത്? ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനിയും ചോദിക്കും. ഇത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 2005 ആണ്. അപ്പോൾ വിവരാവകാശ നിയമത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നമുക്ക് നോക്കാം. വിവരാവകാശ നിയമം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്ന് 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഇതും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നാണ് വിവരാവകാശ നിയമം അറിയപ്പെടുന്നത്. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നാണ് വിവരാവകാശ നിയമം അറിയപ്പെടുന്നത്. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ ഒരു സംഘടനയുണ്ട്. എന്താണ് ആ സംഘടനയുടെ പേര്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്നാണ് ആ സംഘടനയുടെ പേര്. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ് വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടന. ഈ സംഘടന സ്ഥാപിച്ചത് അരുണ റോയി എന്ന വ്യക്തിയാണ്. ഈ സംഘടന രാജസ്ഥാനിലാണ് ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തിയാര്? അരുണ റോയി. എവിടെയാണ് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ സ്ഥാപിക്കപ്പെട്ടത്? രാജസ്ഥാനിൽ. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്ര? രണ്ട് ഷെഡ്യൂളുകളാണ് വിവരാവകാശ നിയമത്തിലുള്ളത്. ഇതും ഒരിക്കൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്ര? 2. അപ്പോൾ ഒന്നുകൂടി നോക്കാം. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്നു. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഇത് സ്ഥാപിച്ചത് അരുണ റോയി, രാജസ്ഥാനിൽ. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം 2. അടുത്ത ചോദ്യം നോക്കാം. 25ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആര്? നിരന്തരം ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ വിവരാവകാശ കമ്മീഷനും ഒക്കെ. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആര് എന്നതാണ്. ഓപ്ഷൻ എ ജസ്റ്റിസ് M.N. വെങ്കട ചെല്ലയ്യ, ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ഓപ്ഷൻ സി ജസ്റ്റിസ് K.G. ബാലകൃഷ്ണൻ, ഓപ്ഷൻ ഡി ജസ്റ്റിസ് E.S. വെങ്കിട്ടരാമയ്യ. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാന പോയിന്റുകൾ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അഥവാ ഒരു ഉപദേശക ബോഡിയാണ്. ഇത് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, മറിച്ച് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അഥവാ ഉപദേശക സമിതിയാണ്. ഇതിനു മുമ്പൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പെടാത്തത് ഏതെന്ന്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഓർത്തിരിക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, മറിച്ച് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ 5 സ്ഥിരാംഗങ്ങളാണുള്ളത്. എന്ന് പറഞ്ഞാൽ ചെയർമാൻ പ്ലസ് 5 സ്ഥിരാംഗങ്ങൾ, അതായത് മൊത്തം 6 അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. അത് നിങ്ങൾ ശരിക്കും 6 അംഗങ്ങൾ എന്ന് ഓർത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് 1+5 എന്ന് ഓർത്തിരിക്കുക. ഒരു ചെയർമാൻ പ്ലസ് 5 സ്ഥിരാംഗങ്ങൾ, 1+5 അംഗങ്ങൾ എന്നോർത്തിരിക്കുക. ഒരു ചെയർമാനും 5 സ്ഥിരാംഗങ്ങളും. ചെയർമാനെ കൂടാതെ 5 സ്ഥിരാംഗങ്ങളാണുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സുവരെയാണ്. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ഇത് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. 2022-23 ചോദ്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ചെയർമാനെക്കുറിച്ചാണ്, ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഓർത്തിരിക്കുക. ഒന്നുകൂടി പറയാം. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12-നാണ്. ഇതിൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ, ഇത് ന്യൂഡൽഹിയിലാണ്. ചെയർമാനെ കൂടാതെ 5 സ്ഥിരാംഗങ്ങളാണുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ചെയർമാൻ്റെയും മറ്റംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ഞാനിവിടെ പങ്കുവച്ച വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്